കൂട്ടിക്കലിന്റെ മണ്ണിൽ ലഹരിയുടെ വേരിറക്കുവാൻ നാട് ഒന്നാകെ കൈകോർക്കുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പുതുതലമുറ ലഹരി മാഫിയയുടെ വലയിൽ കുരുങ്ങുന്നു എന്ന വ്യാപക പരാതിയെ തുടർന്ന് ശക്തമായ പ്രതിരോധ നടപടികളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് കൂട്ടിക്കൽ പഞ്ചായത്ത്. നാടിനെ കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് വിപത്തിനെ എങ്ങനെയെല്ലാം നേരിടാമെന്ന് ആലോചിക്കുവാൻ പഞ്ചായത്ത് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരുന്നു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ, സാമൂഹിക, മത നേതാക്കൾ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾക്കാണ് തീരുമാനമായത്. കൂട്ടിക്കൽ പഞ്ചായത്തിലെ 14 വാർഡിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം സജ്ജമാക്കുവാനും ലഹരി എത്തിക്കുന്നവരെയും ഉപയോഗിക്കുന്നവരെയും കണ്ടെത്തി പോലീസിനും എക്സൈസിനും രഹസ്യ വിവരം കൈമാറുവാനും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വിജനമായ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച മദ്യപാനവും ലഹരി ഉപയോഗവും നടത്തുന്നവർക്കെതിരെ കർശന നടപടി എടുക്കുവാനും തീരുമാനമായി. സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കുവാൻ പഞ്ചായത്ത് പ്രത്യേക പ്രാധാന്യമാണ് നൽകുന്നത്. ഇതിനായി എല്ലാ സ്കൂൾ മാനേജ്മെന്റുകളും അടിയന്തര യോഗങ്ങൾ വിളിച്ചു ചേർക്കുവാൻ നിർദ്ദേശം നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി അഗസ്റ്റിൻ പറഞ്ഞു. ഒരാഴ്ച മുന്നേ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൽ മദ്യം, മയക്കുമരുന്ന് വ്യാപകമായി എന്ന് അറിയാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സർവകക്ഷി യോഗം വിളിക്കുകയുണ്ടായി. 14 വാർഡിൽ നിന്നും പഞ്ചായത്ത് മെമ്പർമാർ, പൊതുപ്രവർത്തകർ, കുടുംബശ്രീ ഭാരവാഹികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ഇങ്ങനെ സമൂഹത്തിൻ്റെ നാനാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരും ചേർന്നു. അതോടൊപ്പം തന്നെ മുണ്ടക്കയം പോലീസ് അധികാരികൾ, എക്സൈസ് അധികാരികൾ ഇവരെല്ലാവരും പങ്കെടുത്തു. പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുമൊക്കെയും ഇതിന് നന്നായിട്ട് സഹകരിച്ചു. ജനങ്ങളിലേക്ക് മദ്യം, മയക്കുമരുന്ന് വ്യാപകമാകുന്ന കാര്യങ്ങൾ എത്തിക്കുവാനായിട്ടായിരുന്നു സർവകക്ഷി യോഗം ചേർന്നത്. വളരെ നല്ല ചർച്ചകളാണ് അവിടെ ഉണ്ടായത്. ആ ചർച്ചകളിൽ എല്ലാ ആളുകളും പങ്കെടുക്കുകയും എല്ലാവരും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും എവിടെയെങ്കിലുമൊക്കെ മദ്യം, മയക്കുമരുന്ന് വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന കണ്ടാൽ അതിനെ കർശനമായിട്ട് തടയുന്നതിനുള്ള നടപടികൾ എടുക്കണം, അധികാരികളെ അത് അറിയിക്കണം എന്ന് തീരുമാനമെടുത്തു. അതിനുശേഷം ഒരാഴ്ചയായിട്ട് ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരുന്നത്. എല്ലാ മേഖലകളിലും കൂട്ടം കൂടുന്നതും ഇങ്ങനെയുള്ള മദ്യം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും വിൽക്കുന്നതും കുറഞ്ഞതായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ സഹകരണം കൊണ്ടാണ്. ഇനി എല്ലാ വാർഡുകളിലും അതാത് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ നമ്മൾ വിപുലമായ രീതിയിൽ വീടുകളിലേക്ക് ഇത്തരത്തിലുള്ള ദോഷവശങ്ങൾ അറിയിക്കുവാനും, അതുപോലെ തന്നെ സ്കൂളുകളൊക്കെ തുറക്കുന്ന സമയമാണ്. അധ്യാപകരെ സമീപിച്ചുകൊണ്ട്, മാനേജ്മെൻറ്റിനെ സമീപിച്ച് അവരെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു PTA പോലെയുള്ള യോഗം ചേർന്ന് മദ്യം മയക്കുമരുന്ന് കുട്ടികൾക്ക് എങ്ങനെയാണ് ലഭ്യമാകുന്നത്, അവരെങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്, അതിനെ തടയേണ്ട മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നാട്ടിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കുടുംബങ്ങളിൽ അന്തി ഉറങ്ങുന്നതിനും സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നതിനും പറ്റിയൊരു സാഹചര്യത്തിലേക്ക് ഈ നാടിനെ മാറ്റിയെടുക്കുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം. വരും ദിവസങ്ങളിൽ എല്ലാ മേഖലയിലെയും പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൂടുതൽ ജനകീയ യോഗങ്ങൾ വിളിച്ചു ചേർക്കുമെന്ന് വൈസ് പ്രസിഡന്റ് KR രാജീവ് വ്യക്തമാക്കി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിൻ്റെ സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം പഞ്ചായത്തിൽ വിളിക്കുകയും നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നും അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഒരു സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടിയത്. തീർച്ചയായിട്ടും നമുക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ എക്സൈസിൻ്റെയും അതുപോലെ നമ്മുടെ മുണ്ടക്കയം CIയുടെ നേതൃത്വത്തിൽ നല്ല ഒരു ക്യാമ്പയിനാണ് അന്ന് നടന്നത്. മുഴുവൻ പ്രദേശത്തെയും പ്രധാനപ്പെട്ട മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു യോഗം വിളിച്ചു കൂട്ടിയത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മയക്കുമരുന്ന് വളരെ സുലഭമായി എല്ലാ മേഖലകളിലും ലഭിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും അതുപോലെ എക്സൈസിൻ്റെ ഭാഗത്തുനിന്നും ഒരു പരിധിവരെ അവർക്ക് ഈ കാര്യത്തിൽ നേരിടാൻ കഴിയുന്നു എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് നാട്ടിലെ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ആളുകളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇത് ഇങ്ങനെയുള്ള ഈ മയക്കുമരുന്നിനെതിരെ നമുക്ക് നേരിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാക്കിക്കൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ഏന്ത്യാർ ടൗണിലും കൂട്ടിക്കലിലും അതുപോലെ തന്നെ ഇളങ്കാട് ടൗണിലും പബ്ലിക് മീറ്റിങ്ങുകൾ വെച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും പ്രദേശത്തെ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ബോധവൽക്കരണം പോലെയുള്ള മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ ഇത് കൂടുതൽ എത്തിക്കുകയും, ഇന്ന് നമുക്കറിയാം, നമ്മൾ സമാധാനപരമായി നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ രക്ഷകർത്താക്കൾ പ്രത്യേകിച്ച് വീട്ടിൽ മറ്റുള്ളവർക്ക് ജീവിക്കാൻ മേലാത്ത ഒരു സാഹചര്യമാണ്. വീട്ടിലെ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മയക്കുമരുന്നിന് അടിമയായി വന്ന് വീട്ടിലെ അച്ഛനെയും അമ്മയും അതുപോലെ സഹോദരങ്ങളെയും മർദ്ദിക്കുകയും കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ
തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അതിനകത്ത് ബോധവാന്മാരായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നേരിടാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ കുറച്ച് നാളുകളായി കൂട്ടിക്കലിലെ വിവിധ ഇടങ്ങളിൽ ലഹരി ഉപയോഗത്തെ തുടർന്ന് അക്രമവും കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരെ യുവജന സംഘടനകൾ സോഷ്യൽ മീഡിയയിലൂടെയും പോസ്റ്ററുകളിലൂടെയും ശക്തമായ പ്രതിഷേധവും ഉയർത്തിയിരുന്നു. നാടിൻ്റെ ഭാവി തകർക്കുന്ന ലഹരി വിപത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ ഒരുങ്ങുകയാണ് കൂട്ടിക്കലിൻ്റെ ജാതിമത ഭേദമന്യുള്ള ജനങ്ങൾ. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.